എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. ഇന്ന് മത്തങ്ങ കൊണ്ട് തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒഴിച്ചേറിയായിട്ട് പുളിശ്ശേരിയും രസവും മാത്രമല്ല, ഇതും കൂടെ ആഡ് ചെയ്ത് വെച്ചോളൂ. രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നല്ല എരിവും പുളിയും മധുരവും ഒക്കെയുള്ള അടിപൊളി കറി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഇത് കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് കുക്കറിലോട്ട് 1.25 കപ്പ് മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 300 ഗ്രാമോളം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവോള ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു വലിയ പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ചെറിയ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു വീസിലിന് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ല വെന്തുടയുന്ന പരുവത്തിൽ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമുക്കിനി ഇതൊന്ന് ഉടച്ചെടുക്കാം. സ്പൂൺ വെച്ച് ഉടച്ചെടുത്താലും മതി. അപ്പോൾ നമ്മളിത് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഉടച്ചെടുത്തിട്ടില്ല, എങ്കിലും നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതുണ്ടാക്കാനുള്ള പാത്രത്തിൽ ഞാനൊരു മൺചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. സാധാരണ കടായി എടുത്താലും മതി. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 5-6 തുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിട വരെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും, ടേസ്റ്റേ മാറിപ്പോകും. വേണമെന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടും ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് കൂടാതെ 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നിട വരെ ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾക്കിതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തക്കാളി നല്ലപോലെ വാടി ഉടഞ്ഞ് വരുന്നിട വരെ ഇത് വഴറ്റിയെടുക്കുക. ഇപ്പം നല്ലപോലെ വാടി ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് ഉടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതുപോലെ ഒരു അരിപ്പയിൽ കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഒരു രസത്തിൻ്റെ പരുവത്തിന് വേണം നമ്മുടെ കറി ഇരിക്കാനായിട്ട്. ലൂസ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നിട വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മധുരമുണ്ടോ എന്ന് നോക്കുക. നല്ല മധുരമുള്ള മത്തങ്ങയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ കടായിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകും ഉലുവായും വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞു കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കറിയിലേക്ക് താളിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ്. ഇതും ഒരു മുട്ട വറുത്തതും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.